ഹലോ, നമസ്കാരം കൂട്ടുകാരെ. അപ്പോ ഞാൻ വീണ്ടും രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ്. നമ്മള് കലകളിലൊക്കെ പഠിക്കുന്ന പോലെ. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഈ പരീക്ഷയിൽ ഞാനിപ്പോ വീഡിയോ ചെയ്തു തുടങ്ങാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പം മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയ, എനേബിൾഡ് മാറ്റി ഡിസേബിൾഡ് ആക്കിയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ചാനൽ നിലവിൽ എൻ്റെ കൂട്ടുകാരൻ്റെ കസ്റ്റഡിയിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവന് ഞാൻ കൊടുത്തേക്കായിരുന്നു. അപ്പോൾ ഇപ്പം ഈ ഒരു പോലീസ് പരീക്ഷ വന്നതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഊർജ്ജസ്വലമായി ഇത് ക്ലാസ് എടുക്കാം. ഒരു 2-3 മാസത്തെ ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഉപകാരപ്പെടും. കാരണം വലിയൊരു ചാനലൊന്നും അല്ലെങ്കിലും ഇത് പോലീസ് പരീക്ഷയ്ക്ക് ഇത്തിരി സ്പെഷ്യലാണ് അല്ലേ. പിന്നെ ഒരു ഗുഡ് ന്യൂസ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഫയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കം ഡ്രൈവർ എന്ന തസ്കയിൽ 184 റാങ്കിലും CPOയിൽ 181 റാങ്കിലായിരുന്നു ഞാൻ പഴയ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഞാൻ അന്ന് ഡിലീഷൻ കൊടുത്ത ആ ലിസ്റ്റിൽ ഇന്നലത്തെ ദിവസം ആ ഡിലീഷൻ കാരണമുള്ള ആൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ചുപേരും കൂടെ ലഭിച്ചിട്ടുണ്ട്. അതൊരു സന്തോഷകരമായ വാർത്തയാണ്. കാരണം അതിൽ ഒട്ടനവധി പേർക്ക് ജോലി ഇല്ലാതെ കേസിൽ കിടക്കുകയായിരുന്നു. അപ്പൊ അത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഡിലീഷൻ ഉപകാരപ്പെട്ടു എന്നൊരു കാര്യം, സന്തോഷ വാർത്ത ഞങ്ങളുടെ പങ്കുവയ്ക്കുന്നു. ഇവിടെ നമ്മൾ പോലീസിന് 2025 വേണ്ടി ഒരു മാരക ഒരു പഠിത്തം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു എക്സാം ആണ് ഈ പോലീസ് എന്ന് പറയുന്നത്. അതിൽ CPO ഉണ്ട്, IRB ഉണ്ട് പയ്യന്മാർക്ക്, പെമ്പിള്ളേർക്ക് WCPO ഉണ്ട്. WCPO ഒക്കെ ഒരു 10, 200, 300 പേരൊക്കെ ഇപ്പൊ എടുക്കുന്നുള്ളൂ ഒരു ലിസ്റ്റിൽ നിന്ന്. പക്ഷെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഒരു 300 താഴെ പേരെ ഉള്ളെന്ന് തോന്നുന്നു. ഫിസിക്കലി കഴിഞ്ഞു കട്ട് ഓഫും കൂടുതലായിരുന്നു. പിന്നെ അടുത്തത് SI ഒക്കെ ആണ് ഡ്രീം ജോബായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കാം. അപ്പൊ ഇതില് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് നമുക്ക് എത്ര മാർക്കിനാണ്? 5 മാർക്കിനാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പൊ ഇപ്പോഴത്തെ സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ ഒരു ഡീപ്പായിട്ട് പഠിക്കണം. ഡീപ്പായിട്ട് പഠിക്കുന്നത് വെച്ചാൽ ആ ഒരു മേഖല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പരിപൂർണ്ണ അറിവ് നമ്മൾ നേടണം. എങ്കിലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. കാരണം ക്വസ്റ്റ്യൻസ് വരുന്നത് താഴെ പറയുന്ന ഒരു കാര്യവുമായി, ഇപ്പൊ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന 4 പ്രസ്താവന പരിശോധിക്കുക. 1 മാത്രം ശരി, 1ഉം 2ഉം മാത്രം ശരി, 1ഉം 2ഉം 3ഉം മാത്രം ശരി, 1ഉം 2ഉം 3ഉം 4ഉം മാത്രം ശരി. അപ്പൊ ഈ 4 പ്രസ്താവനകളും ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് അതായത് ഓപ്ഷൻ വെട്ടി എഴുതാം. ഇപ്പോഴത്തെ യൂട്യൂബിൽ സാറന്മാർ പറയുന്ന ചില ടെക്നിക്കിൽ ഈ ഓപ്ഷൻ വെട്ടി എഴുതാം. ഈ പരിപാടിയാണ് നമ്മൾ പണ്ടേ ചെയ്യണത്. ഈ റാങ്ക് ലിസ്റ്റിൽ നല്ലപോലെ പഠിക്കുന്ന ചില പിള്ളേര് വളരെ താഴെയായി പോകും. അതിന്റെ കാരണം ഇതാണ്, അവർക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അവർക്ക് ഉത്തരം അറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒത്തിരി വെകിളി പിടിച്ചവനാണെങ്കിൽ അവ എന്തിരിക്കും, അതായത് നമ്മളെയൊക്കെ പോലെ ടൈപ്പ് അവ കയറ്റി അടിക്കും. ഡൗട്ട് അവന് ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണോ തെറ്റാണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഓപ്ഷൻ നോക്കിയിട്ട് അതുമായിട്ട് സാമ്യം വരുന്ന 2 ഓപ്ഷൻ വരും, അതിൽ ഒരെണ്ണം വെട്ടിയാവാൻ കഴിയും. അങ്ങനെ ചെയ്യുന്ന പരിപാടി പൂർണ്ണമായിട്ട് നമുക്ക് പോസിറ്റീവ് വരത്തുള്ളൂ, ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. നമുക്ക് ഒട്ടും അറിഞ്ഞുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യല്, ചെറിയൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗം. അതൊരു ടിപ്പാണ് ഈ മത്സര പരീക്ഷകളിൽ. അതിലാണ് നമുക്ക് വിജയിച്ച് കയറുന്നത്. കാരണം നമ്മൾ അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ അതിൽ 2 ശരി 8 തെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവാണ്. പക്ഷെ ഇവിടെ ഒരു 3 ശരി 7 തെറ്റ് വന്നു കഴിഞ്ഞാൽ 3 ശരിക്ക് 3 മാർക്ക് കിട്ടും. 7 തെറ്റിന് 2.33 മാർക്ക് പോയാലും നമുക്ക് അവിടെ 0.67 മാർക്ക് കിട്ടും. ഈ മാർക്ക് നമ്മൾ എന്തിനു കളയുന്നത്? ഈ 10 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഈ 0.67 എന്ന് പറയുന്ന മാർക്ക് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പൊ ആ ഒരു മാർക്ക് ചിലപ്പോൾ ഒരു 100 റാങ്കിന്റെ മുമ്പ് കയറാനുള്ള ഒരു അവസരം ലഭിച്ചേക്കും. അതാണ് ഇവിടെ ചിന്തിക്കേണ്ട കാര്യം. ഇനി ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ 5 വരാം, 5 ശരി 5 തെറ്റും വരാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2.സംതിങ് മാർക്ക് കിട്ടും, 3 അടുപ്പിച്ച് മാർക്ക് കിട്ടും. 3 കൂടുതൽ മാർക്ക് കിട്ടും, 3.33 കിട്ടും. അപ്പൊ ആ ടെക്നിക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും ഒരുപാട് റാങ്കുകൾ മുന്നിലെത്താനും പറ്റും. ധൈര്യമാണ് വേണ്ടത്, റിസ്ക് എടുക്കണം, എന്നാലും ജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദാരിദ്ര്യത്തെ കുറിച്ച് പഠിക്കാം. ഇനി എക്കണോമിക്സ് മാത്രമല്ല, ഈ ക്ലാസ്സിൽ നമുക്ക് ഒരു കറണ്ട് അഫയറിന്റെ ഒരു 30 സെലക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അത് അവസാന പാർട്ടിലാണ് വരുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, കറണ്ട് അഫയർ ആദ്യം വരത്തില്ല. കറണ്ട് അഫയർ എന്ന് കേൾക്കുമ്പോൾ ഒരു താല്പര്യം കുറവാണല്ലേ. ഓക്കെ, നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കണം കേട്ടോ. അടുത്ത ദാരിദ്ര്യം, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ദാരിദ്ര്യത്തെ കുറിച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ജയിൽ ജീവിത ചെലവ് എന്ന ആശയം അടിസ്ഥാനമാക്കി ദാരിദ്ര്യരേഖ നിർണയിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഉത്തരം. നമുക്കൊണ്ട് അവിടെ പഠിക്കാനുണ്ട്.
ഈ ദാദാഭായ് നവറോജിയുടെ പ്രത്യേകത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിനുള്ള ആശയം പങ്കുവച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാദാഭായ് നവറോജിയാണ്. നമ്മൾ ഫസ്റ്റ് അതിൽ പഠിക്കുന്ന ആള് ദാദാഭായ് നവറോജിയാണ്. ഇനി എന്താണ് ഈ ദാരിദ്ര്യം? ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട് അല്ലെ? എന്തൊക്കെയാണ് അതിൽ? ഒന്ന് ഫുഡ്, ആഹാരം. അടുത്തത് ഹോം, വീട്. അടുത്തത് ക്ലോത്ത്, ഷർട്ട് അല്ലെങ്കിൽ പാൻറ്, വസ്ത്രം. എഡ്യൂക്കേഷൻ, ഹെൽത്ത്. ഇത്രയും കാര്യങ്ങൾ നേരെ വന്നാലേ അന്ന് നമുക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റും. ഇപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ പരിപൂർണത വരാതിരിക്കുമ്പോഴാണ് അവിടെ ദാരിദ്ര്യം എന്നൊരു കാര്യം വരുന്നത്. ഓ, എനിക്ക് ഷർട്ട് ഇടാനില്ല, അപ്പൊ എനിക്ക് വസ്ത്രത്തിൽ ദാരിദ്ര്യം. ഫുഡ് കഴിക്കാനില്ല, അപ്പൊ ആഹാരത്തിൽ ദാരിദ്ര്യം. ആ ഒരു കാര്യം വരുന്നത്. ഓക്കെ, ഇതാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞുള്ള സംഭവം. ഓക്കെ, ഈ പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മനസ്സിൽ ഓർത്ത് വച്ചേക്കാം എന്നുണ്ടെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ തെറ്റിപ്പോവും. അടുത്തത് ഒരു കോട്സ് ആണ്, ഒരു ഉദ്ധരണിയാണ്, ഒരാൾ പറഞ്ഞ കാര്യമാണ്. ബഹുഭൂരിപക്ഷം ജനങ്ങളും ദാരിദ്ര്യത്തിലും കഷ്ടതയിലുമുള്ള സമൂഹത്തിന് തീർച്ചയായും സമൃദ്ധി നേടുന്നതിനോ സന്തുഷ്ടമായി ജീവിക്കുന്നതിനോ കഴിയില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി വരാൻ പോകുന്ന PSC എക്സാമിന് ഒരു ഷുവർ ഷോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആരാണ് പറഞ്ഞത്? ഇതാണ് ആദം സ്മിത്ത്. ഞാൻ ഇത് അവിടെ ആദ്യമേ എഴുതി വയ്ക്കാത്തത് നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടി, മറന്നുപോയിരിക്കാൻ വേണ്ടി. ആദം സ്മിത്ത് പറഞ്ഞ ഡയലോഗാണിത്. ഇതിന്റെ ഇമ്പോർട്ടൻസ്. ആദം സ്മിത്ത് എന്ന് പറഞ്ഞാൽ ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന സാധനമേ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന വെൽത്ത് ഓഫ് നേഷൻസ് കാര്യങ്ങളൊക്കെ. വെൽത്ത് ഓഫ് നേഷൻ അദ്ദേഹം കൊണ്ടുവന്ന വർഷവും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പം ആദം സ്മിത്ത് പറഞ്ഞ കോട്സ് ആണ്: ബഹുഭൂരിപക്ഷം ജനങ്ങളും ദാരിദ്ര്യത്തിലും കഷ്ടതയിലുമുള്ള സമൂഹത്തിന് തീർച്ചയായും സമൃദ്ധി നേടുന്നതിനോ സന്തുഷ്ടമായി ജീവിക്കുന്നതിനോ കഴിയില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്? ഇതാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ദാരിദ്ര്യം എന്ന് പറയുന്ന ടോപ്പിക്കിൽ PSC നമ്മൾ പഠിക്കുമ്പോൾ ഒരൊറ്റ ഉദ്ധരണിയെ പഠിക്കുന്നുള്ളൂ. ദാരിദ്ര്യത്തെ കുറിച്ച് ഒരൊറ്റ ഉദ്ധരണിയെ പഠിക്കുന്നുള്ളൂ. അതാരാണ് പറഞ്ഞത്? ആദം സ്മിത്ത്. ഈ കാര്യം അറിയെങ്കിലും കിട്ടും. അതായത് ഇത് മൊത്തം കാണാതെ പഠിക്കണ്ട. ദാരിദ്ര്യത്തെ കുറിച്ച് എക്കണോമിക്സിൽ ഒരു ഉദ്ധരണി തന്നാൽ അതിന്റെ ഉത്തരം ആരായിരിക്കും? ആദം സ്മിത്ത്. അപ്പൊ ഇത്രയും വലിയൊരു പോർഷൻ അതിൽ നിന്ന് തീർന്നില്ല. സത്യം പറഞ്ഞ് ബോഡി എഴുതിയേക്കുന്നതിന്റെ ഏകദേശം ഒരു കാൽഭാഗം ഉണ്ട്. അതങ്ങ് തീർന്നില്ലേ? ഒരു മാർക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇനി അടുത്ത നമ്മളിവിടെ ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ദാദാഭായ് നവറോജിയെ കുറിച്ച് പറഞ്ഞ ആ പോയിന്റ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്ന കാലത്തും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി സ്വതന്ത്ര ഇന്ത്യയായി മാറിയ കാലത്തും ദാരിദ്ര്യരേഖയെക്കുറിച്ച് പഠനം നടത്തി ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. ദാരിദ്ര്യ നിർണയം എന്ന ആശയം കൊണ്ടുവന്നത് ദാദാഭായ് നവറോജി. എപ്പോഴൊക്കെയാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും. ഇനി ഒരു PYQ: ജയിൽ ജീവിത ചെലവ് അടിസ്ഥാനമാക്കി ദാരിദ്ര്യരേഖ നിർണയിച്ച വ്യക്തി ആര്? PYQ ആണ്. അതാരാണ്? ദാദാഭായ് നവറോജി. ഇനിയും ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കുത്തിക്കയറ്റി വിടാം. ഇനി നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണ കമ്മീഷൻ ഒരു പഠന ഗ്രൂപ്പിനെ നിയമിച്ചു. ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിന് വേണ്ടി ഒരു പഠന ഗ്രൂപ്പിനെ ആസൂത്രണ കമ്മീഷൻ നിയമിച്ച വർഷം ചോദിക്കും. 1962. ഇനി ജനസംഖ്യയും പ്രതിശീർഷ വരുമാനം ഇത് തമ്മിൽ എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടാണ് പോകുന്നത്. പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ 4 പേരുണ്ട്. ആ 4 പേരുടെയും അവരവരുടെ വരുമാനത്തെയാണ് പ്രതിശീർഷ വരുമാനം. എനിക്ക് കിട്ടുന്ന വരുമാനം എന്റെ വരുമാനം, അത് പ്രതിശീർഷ വരുമാനം. എന്റെ അച്ഛന് കിട്ടുന്ന വരുമാനം അദ്ദേഹത്തിന്റെ വരുമാനം, അത് പ്രതിശീർഷ വരുമാനമാണ്. ഓക്കെ, അപ്പൊ ജനസംഖ്യ കൂടുമ്പോൾ പ്രതിശീർഷ വരുമാനം കുറഞ്ഞു തുടങ്ങി. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ ഒരു വ്യത്യാസം വന്നതോടെയാണ് ജനസംഖ്യ സാധാരണ കൂടുമ്പം പ്രതിശീർഷ വരുമാനം കൂടുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ജനസംഖ്യ കൂടിയപ്പോൾ പ്രതിശീർഷ വരുമാനത്തെ ഏറ്റക്കുറച്ചിൽ വന്നു. അതാണ് ദാരിദ്ര്യത്തിന് ഘടകമായിട്ട് മാറിയത്. ഇനി 2011-12 കാലയളവിൽ നീതി ആയോഗ് നിയമിച്ച ഒരു കമ്മീഷൻ ഉണ്ട്. അതാണ് രംഗരാജൻ കമ്മീഷൻ അല്ലെങ്കിൽ രംഗരാജൻ പാനൽ. അപ്പൊ ഈ രംഗരാജൻ പാനലിന്റെ അടിസ്ഥാനത്തിൽ 2011-12 കാലയളവിൽ അവർ കണ്ടുപിടിച്ചത് ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ 29.5% ആൾക്കാരും ദരിദ്രരാണ്. അതിനൊരു ദാരിദ്ര്യരേഖ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വരുന്ന ആൾക്കാർ APL, എബോവ് പോവർട്ടി ലൈൻ,
ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്ന ആൾക്കാർ BPL, ബിലോ പോവർട്ടി ലൈൻ എന്നും പറയും. എബോ പോവർട്ടി ലൈനും ബിലോ പോവർട്ടി ലൈനും. ഓക്കെ, ഇനി ഈ ദാരിദ്ര്യരേഖയെ കുറിച്ച് ഉള്ള കണക്കെടുപ്പ് നടക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, NSSO. ഇപ്പൊ നിലവിൽ NSSOയും CSOയും കൂടെ ചേർന്ന് NSO എന്ന് മാറി. NSO എന്ന സാധനമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയുടെ കണക്കനുസരിച്ച്, പഴയ കണക്കനുസരിച്ച് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാരുള്ളത്. എന്നാൽ ശതമാന അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡിലാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാരുള്ളത്. ശതമാന അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പ്രദേശം എടുത്തിട്ട് അവിടെ ശതമാനം നോക്കും. ഓക്കെ, മൊത്തത്തിലല്ല, കാരണം UP ആൾക്കാരുടെ എണ്ണം കൂടുതലല്ലേ, അപ്പൊ എന്തായാലും ദാരിദ്ര്യം കൂടിയ ആൾക്കാരും അവിടെ തന്നെ വരും. അങ്ങനെ ഒരു കണക്കുണ്ട്, അതുകൊണ്ടാണ് ശതമാന അടിസ്ഥാനത്തിൽ നോക്കുന്നത്. ഇനി ഈ ദാരിദ്ര്യരേഖ നിർണയവുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനുകളുണ്ട്, അവയെല്ലാം ഒന്ന് പഠിച്ചിരിക്കണം. പേരൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, ചോദിക്കും. ഇതൊക്കെ ഷുവർ ഷോർട്ട് സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന് ലക്കഡാവാല കമ്മീഷൻ, ദാരിദ്ര്യരേഖയായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനാണ് ലക്കഡാവാല കമ്മീഷൻ. അടുത്ത സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന പോലെ സുരേഷ് ടെണ്ടുൽക്കർ കമ്മീഷൻ, സുരേഷ് ടെണ്ടുൽക്കർ കമ്മീഷൻ. ഇനി സി രംഗരാജൻ കമ്മീഷൻ, രംഗരാജൻ കമ്മീഷൻ. ഈ ലക്കഡാവാല എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു തെരുവുമായിട്ടൊക്കെ അതൊന്ന് ബന്ധിപ്പിക്കാൻ പറ്റും. അപ്പൊ ദരിദ്രമായിട്ടുള്ള ആൾക്കാർ തെരുവിൽ കൂടുതലുള്ളത്. അപ്പൊ ലക്കഡാവാല ദാരിദ്ര്യമായിട്ട് കണക്ട് ചെയ്യാം. സച്ചിൻ ടെണ്ടുൽക്കർ ഇഷ്ടം പോലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരാളാണ്. അപ്പൊ സുരേഷ് ടെണ്ടുൽക്കർ കമ്മീഷൻ. ഇനി സി രംഗരാജൻ കമ്മീഷൻ നമുക്ക് പഠിക്കാൻ പറ്റും, കാരണം അവരാണ് 2011-12 കാലയളവിൽ നീതി ആയോഗ് നിയമിച്ച പ്രകാരം ആ സമയത്ത് 29.5% ആൾക്കാർ ഇന്ത്യൻ ജനസംഖ്യയിൽ ദരിദ്രരാണ് എന്ന് പറഞ്ഞത്. അപ്പൊ അയാളുടെ പാനലും അയാളുടെ കമ്മീഷനും ദാരിദ്ര്യരേഖയായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനാണ്. ലക്കഡാവാല കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സാധനം ഇനി ചോദിക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഫാക്റ്റാണ്. PSC ഇനി ചോദിക്കാൻ പോകുന്ന ഒരു ഫാക്റ്റാണ്. ലക്കഡാവാല കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരാളുടെ കാര്യവും അതേപോലെ ഗ്രാമീണ ജനത, ഓക്കെ പറഞ്ഞേക്ക, ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ജീവിക്കാൻ വേണ്ട കലോറി മൂല്യം എത്രയെന്ന് ചോദിച്ചാൽ 2400 എന്നും, നഗരങ്ങളിൽ ജീവിക്കുന്ന ജനതയ്ക്ക് ഒരു ദിവസം ജീവിക്കാൻ വരുന്ന കലോറി എന്ന് പറഞ്ഞാൽ 2100 എന്ന് നിശ്ചയിച്ചത് ലക്കഡാവാല കമ്മീഷനാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇനി സി രംഗരാജൻ കമ്മീഷൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ദരിദ്രനാണെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനം 972 രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. നഗരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ദരിദ്രനാണെങ്കിൽ 1407 അതിൽ താഴെയോ ആയിരിക്കണം അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ വരുമാനം. ഇനി ഹെഡ് കൗണ്ട് റേഷ്യോ ഓഫ് പോവർട്ടി റേഷ്യോ, ഹെഡ് കൗണ്ട് റേഷ്യോ, തല എണ്ണം അനുപാതം എന്ന് പറയും. ദാരിദ്ര്യമായിട്ട് ബന്ധപ്പെട്ട് തലയെണ്ണൽ അനുപാതം കണ്ടുപിടിക്കുന്ന ഒരു കണക്കാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. HCR എന്ന ഷോർട്ട് ഫോമിൽ അറിയും, ഹെഡ് കൗണ്ട് റേഷ്യോ. അതായത് ദരിദ്രരായിട്ടുള്ള ജനസംഖ്യയും ആകെ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതമാണ് ഈ HCR എന്ന് പറയുന്നത്. ദരിദ്രരായിട്ടുള്ള ജനസംഖ്യയുള്ള ആൾക്കാരുടെ എണ്ണവും ആകെ എണ്ണവും തമ്മിൽ ഹരിക്കുമ്പം ലഭിക്കുന്നതാണ് HCR. ഇക്വേഷൻ പഠിക്കുക, വേണമെങ്കിൽ ഒരു കണക്കായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ ചോദിക്കാം, പഠിച്ചിരിക്കുക. ഇനി അടുത്ത MPI എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. മൾട്ടിപ്പിൾ ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. ഇനി ഈ ഒരു സാധനം ഞാൻ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇത് സ്കൂൾ ടെസ്റ്റ് ആണ്, NCERT ആണ്. അതായത് ദാരിദ്ര്യം ഉണ്ടാകുന്ന കാരണങ്ങൾ, ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് എന്നൊരു കാര്യം ചോദിക്കും. ഒന്ന് ജനസംഖ്യ വർധനവ്. അടുത്തത് തൊഴിലില്ലായ്മ ദാരിദ്ര്യം ഉണ്ടാക്കും. ഇത് രണ്ടും നമുക്ക് ഓപ്ഷനിൽ എഴുതാൻ പറ്റൂലേ. ഇനി മൂലധന ലഭ്യത കുറവ്. അടുത്തത് വിലക്കയറ്റം. നൈപുണ്യശേഷി കുറവ്. അടുത്തത് സംരംഭകരുടെ കുറവ്, മികച്ച സംരംഭകരുടെ കുറവ്. കുറഞ്ഞ വളർച്ചാ നിരക്ക്. പ്രകൃതി വിഭവങ്ങളുടെ യോഗ്യമല്ലാത്ത ഉപയോഗം, അല്ലെങ്കിൽ യോഗ്യമായ രീതിയിൽ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കാത്ത അവസ്ഥയിലും ദാരിദ്ര്യം ഉണ്ടാവും. അതായത് ഇവിടെ ഇഷ്ടം പോലെ ചക്കയുണ്ട്, ആ ചക്കയെല്ലാം വീണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ചക്ക വെട്ടി ആഹാരം വയ്ക്കുന്നില്ല, ആർക്കും ആഹാരം ഇല്ല എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചക്ക അവിടെ ഉണ്ട്, പക്ഷെ അത് ഉപയോഗിച്ച് ആഹാരം ഉണ്ടാക്കുന്നില്ല. കാരണം പ്രകൃതി വിഭവങ്ങളുടെ ശരിയായ ഉപയോഗമില്ലായ്മ. ഇനി കാലഹരണപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതി. ഇപ്പൊ എക്സാമ്പിൾ ഒരെണ്ണം പറഞ്ഞുതരാം.
അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പൊ ഒരു സിനിമ നടന്റെ സിനിമ റിലീസായി, കുറെ പാല് വാരി അവരുടെ കട്ടൗട്ടിലൂടെ ഒഴിക്കും, അല്ലെ? വിജയ് മോഹൻലാലിന്റെ ഒക്കെ സിനിമകളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ പാല് നഷ്ടപ്പെടുകയാണ്. അതൊരു കാലഹരണപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടി. ഇനി ആന്തരിക ഘടനയുടെ അഭാവമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ദാരിദ്ര്യത്തിനുള്ള സ്കൂൾ ടെസ്റ്റ് ബേസ് ചെയ്ത് PSC ചോദിക്കുന്ന കാരണങ്ങളിൽ പെടുന്നത്. അപ്പൊ ഒന്നും പറയാം, ഒന്ന് വാസ്റ്റ് ആയിട്ട് ഒരു റിവിഷൻ ആക്കി എടുക്കുക. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള നീഡ്സ്, നമുക്ക് അടിസ്ഥാനമായ ആവശ്യങ്ങൾ ഇല്ലാതാവുന്ന അവസ്ഥയാണ്. ഒന്ന് നമുക്കറിയാം ആഹാരം, ഒന്ന് പാർപ്പിടം, ഒന്ന് വസ്ത്രം, പിന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇവയുടെയൊക്കെ കുറവ് ദാരിദ്ര്യമായിട്ട് കണക്കാക്കപ്പെടും. ദാരിദ്ര്യത്തെ നിർണയിച്ച ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും ദാരിദ്ര്യത്തെ കുറിച്ച് നിർണയിച്ച വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. ജയിൽ ജീവിത ചെലവ് എന്ന ആശയം വഴി ദാരിദ്ര്യ രേഖ നിർണയിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PYQ ആണ്, ദാദാഭായ് നവറോജി ആണ്. ആസൂത്രണ കമ്മീഷൻ 1962 ഇതിനെ ദാരിദ്ര്യത്തെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടി ഒരു പഠന ഗ്രൂപ്പ് ആരംഭിച്ചു. അത് 1962. ജനസംഖ്യയും പ്രതിശീർഷ വരുമാനവും, ജനസംഖ്യ കൂടുന്നതനുസരിച്ച് പ്രതിശീർഷ വരുമാനം കുറയുന്നതായി കണക്കാക്കപ്പെട്ടു. ആ സമയത്ത് ദാരിദ്ര്യം കൂടുതൽ ഉണ്ടായി. രംഗരാജൻ കമ്മീഷൻ നീതി ആയോഗ് 2011-12 കാലയളവിൽ നീതി ആയോഗ് നിയമിച്ച രംഗരാജൻ പേര് മാറിപ്പോയി. രംഗരാജൻ പാനലിന്റെ പഠനപ്രകാരം 29.5% ആൾക്കാർ ഇന്ത്യയിൽ ദരിദ്രരാണ് എന്ന് കണ്ടുപിടിച്ചു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർ BPL എന്നും മുകളിലുള്ളവർ APL എന്നും, എബോവ് പോവർട്ടി ലൈനും ബിലോ പോവർട്ടി ലൈൻ എന്നും അറിയപ്പെടുന്നു. ദാരിദ്ര്യരേഖയായിട്ട് ബന്ധപ്പെട്ട് 3 കമ്മീഷൻ നമുക്ക് പഠിക്കാം. ഒന്ന് രക്കടാവാല കമ്മീഷൻ, ഞാൻ പറഞ്ഞു തെരുവ് ആലോചിച്ചാൽ അത് കിട്ടും. പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ കുറെ ആൾക്കാരെ സഹായിക്കുന്നതാണ്, അപ്പം സുരേഷ് ടെണ്ടുൽക്കർ കമ്മീഷൻ. രംഗരാജൻ കമ്മീഷൻ. ഇതിൽ രക്കടാവാല കമ്മീഷൻ കൊണ്ടുവന്ന 2 കലോറി മൂല്യങ്ങളുണ്ട്. ഗ്രാമത്തിൽ ജീവിക്കുന്നവർക്ക് 2400 കലോറിയും നഗരങ്ങളിൽ ജീവിക്കുന്നവർക്ക് 2100 കലോറി മൂല്യമാണ് അവരുടെ ജീവിതത്തിന് വേണ്ട കലോറിക മൂല്യം. പിന്നെ രംഗരാജൻ കമ്മീഷൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു 972 രൂപ മാസവരുമാനം ഇല്ലാത്ത, അല്ലെങ്കിൽ അതിൽ താഴെയോ മാസവരുമാനമുള്ള ഒരാളാണ് ദരിദ്രൻ എന്ന് ഗ്രാമത്തിൽ പറയുന്നത്. 1407 രൂപയിൽ കുറവുള്ള ഒരു സിറ്റിയിലുള്ള, നഗരത്തിലുള്ള ഒരാൾ ദരിദ്രനാണെന്ന്, ഒരു മാസം അദ്ദേഹത്തിന് അതിൽ താഴെയാണ് ശമ്പളം വരുമാനമെങ്കിൽ അയാളും ദരിദ്രനാണെന്ന് രംഗരാജൻ പാനൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി ശതമാന അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡിലും ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലുമാണ് കണക്ക് പ്രകാരം ദരിദ്രർ കൂടുതൽ. ഹെഡ് കൗണ്ട് റേഷ്യോ വെച്ച് CR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദരിദ്രരായിട്ടുള്ള ജനസംഖ്യയെ ആകെ ജനസംഖ്യ കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആ ഒരു റേഷ്യോ. ഇനി MPI ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. മൾട്ടിപ്പിൾ ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്നറിയപ്പെടുന്നു. ജനസംഖ്യയുടെ വർധനവ്. ഇനി ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങളാണ് ജനസംഖ്യയുടെ കൂടുതൽ, പിന്നെ തൊഴിലില്ലായ്മ, മൂലധന ലഭ്യത കുറവ്, വിലക്കയറ്റം, നൈപുണ്യശേഷി വികസനമില്ലായ്മ, സംരംഭകരുടെ കുറവ്, മികച്ച സംരംഭകരുടെ അഭാവം, വളർച്ചാ നിരക്ക് കുറവ്, പ്രകൃതി വിഭവങ്ങളുടെ ശരിയല്ലാത്ത ഉപയോഗം, കാലഹരണപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതികൾ, ആന്തരിക ഘടനയുടെ അഭാവം. ഇത്രയും കാരണങ്ങളാണ് ദാരിദ്ര്യത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ. അടുത്ത സെക്ഷൻ നോക്കാം. ടഫസ്റ്റ് ഏരിയയിലോട്ടാണ് ഞാൻ കുറച്ച് പോകുന്നത്, ശ്രദ്ധിക്കുക. വിട്ടുകളയരുത്, പാടെന്നും പറഞ്ഞ് വിട്ടുകളയരുത്. ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ. ഇത് ഞാനിപ്പോ പറഞ്ഞ പരീക്ഷകൾ നിങ്ങളെ CPO ഒക്കെ ചിലപ്പോൾ 3 ഘട്ടമായിട്ടായിരിക്കും. വുമൺസിന് 1, പല ബറ്റാലിയൻ ആയിട്ട് 2 പരീക്ഷ. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുള്ളൂ, ഇപ്പൊ ഈ പറഞ്ഞ 3 പരീക്ഷയ്ക്ക് ഇതിങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന് പറയാൻ പറ്റൂല. 2022 നടന്ന 22 നടന്ന CPO പരീക്ഷ, 23 നടന്ന CPO പരീക്ഷ, 23 നടന്നത് 19 നോട്ടിഫിക്കേഷൻ. 23 നടന്ന പരീക്ഷയ്ക്ക് 5 ഇയർ പ്ലാനിങ് 4-5 ക്വസ്റ്റ്യൻ ചോദിച്ചു. അടുത്ത പരീക്ഷയ്ക്ക് ഒറ്റ ക്വസ്റ്റ്യൻ പോലും വന്നില്ല. അതിന്റെ അടുത്തേനും വലുതായിട്ട് വന്നില്ല. ഇനി വരാൻ പോണെങ്കിൽ വരും. പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷ വെച്ചാണ് നമ്മൾ പഠിക്കണം. അങ്ങനെ അനലൈസ് ചെയ്ത് എടുക്കുക. ഞാൻ ഇതെല്ലാം അനലൈസ് ചെയ്യുന്ന ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കിലോട്ട് എടുത്ത് ഇപ്പൊ നടന്നോട്ട് ബാക്കിലോട്ട് 4-5 ക്വസ്റ്റ്യൻ. എപ്പോഴും PYQ വർക്ക് ചെയ്യാൻ പറയുമ്പോൾ ഇനി 2003 തൊട്ടുള്ളത് നോക്കണ്ട, 2021-25 നോക്കിയാൽ മതി. ഈ ഒരു കാലഘട്ടം നടക്കണം. പിന്നെ 25 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ PYQ നോക്കണം, അത് ചോദിക്കും. അടുത്ത
അപ്പൊ ഇനി സൂചികകൾ ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സൂചികയാണ്. അപ്പൊ സൂചിക എന്നൊരു ഉപയോഗം വെച്ചാൽ സൂചികയിൽ 21, 41, 50 എന്നൊക്കെ പറഞ്ഞ പല പോയിന്റുകളും, ഈ പോയിന്റ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ചാണ് ദാരിദ്ര്യ സൂചിക വെച്ചത് അവിടെ ദാരിദ്ര്യം ഉണ്ടോ ഇല്ലെന്നൊക്കെ ഒരു അടിസ്ഥാനം വെച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഈ സൂചിക എന്ന് പറയുന്ന സംഭവം സെൻ ഇൻഡെക്സ് എന്ന് പറയുന്ന സൂചിക തയ്യാറാക്കിയത് ആ പേരിൽ തന്നെ കിടപ്പുണ്ട്, അമർത്യ സെൻ ആണ് കേട്ടോ. അമർത്യ സെൻ ആണ് സെൻ ഇൻഡെക്സ് എന്ന സൂചിക തയ്യാറാക്കിയത്. അമർത്യ സെൻ, പേര് മറന്ന പോലെ അമർത്യ സെൻ. ഇനി അതേപോലെ മറ്റൊരു സൂചികയാണ് പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്, മറ്റൊന്ന് സ്ക്വയേഴ്സ് പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്. പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സിന്റെ സ്ക്വയർ എടുത്ത് ചെയ്യുന്ന ഒരു മെത്തേഡ്. ജസ്റ്റ് പേരുകളൊന്ന് പഠിച്ചു വെച്ചാൽ സെൻ ഇൻഡെക്സ് രൂപീകരിച്ചത് അമർത്യ സെൻ ആണ്, പേര് തന്നെ കിട്ടും. പിന്നെ പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് ഉണ്ട്, പിന്നെ സ്ക്വയേഴ്സ് പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് ഉണ്ട്, മതി. ഇനി ദാരിദ്ര്യത്തെ നമുക്ക് പല രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതിന് പല തരംതിരിവുകളുണ്ട്. ഒന്ന് പരിപൂർണ ദാരിദ്ര്യം, മൊത്തത്തിലുള്ള ദാരിദ്ര്യം. ഇനി അടുത്തത് ആപേക്ഷിക ദാരിദ്ര്യം, ഒരാളെ അപേക്ഷിച്ച് അയാൾ ഇത്തിരി കൂടെ മെച്ചമാണ്, അങ്ങനെ പറയുന്ന ആപേക്ഷിക ദാരിദ്ര്യം. ഇനി സാഹചര്യ ദാരിദ്ര്യം, ചില സാഹചര്യങ്ങൾ കൊണ്ട് ദാരിദ്ര്യം ആയി വരാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഒരു വീട്ടിൽ ഒരു ദുരന്തം സംഭവിച്ച് വരുമാന മാർഗങ്ങളെല്ലാം ഇല്ലാതായി, അത് സാഹചര്യം കൊണ്ടായ ദാരിദ്ര്യമാണ്. ഇനി പാരമ്പര്യ ദാരിദ്ര്യം, അതെന്ന് പറഞ്ഞാൽ അപ്പം ഒരു സ്വത്തും ഒരു വകകളും ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചു വരുന്ന ഒരു കുടുംബത്തിൽ ഒരുത്തിന് ജോലി കിട്ടിയാലും അവൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അവൻ വല്ലതും ഉണ്ടാക്കി വെച്ചാലേ അവന്റെ മക്കൾക്കും ജോലി കിട്ടിയാൽ അവർ നല്ലപോലെ ദാരിദ്ര്യമില്ലാതെ ജീവിച്ചു വരുള്ളൂ. ആ ഒരു അവസ്ഥയാണ് പാരമ്പര്യ ദാരിദ്ര്യം. ഇനി ദരിദ്രൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ 4 ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് ക്രോണിക് ദരിദ്രൻ അല്ലെങ്കിൽ നിത്യദരിദ്രൻ, അതായത് എന്നും അയാൾ ദരിദ്രനായിരിക്കും. ഇനി ക്ഷണിക ദരിദ്രൻ, അതായത് ദാരിദ്ര്യം നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത്, നമുക്ക് പൈസയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഒരുപാട് ലോണൊക്കെ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി പോകുന്നത്. ഇനി സാധാരണ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ദരിദ്രനാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇനി ഇടക്കാല ദരിദ്രൻ, ചില സമയങ്ങളിലൊക്കെ അയാൾ ദരിദ്രനായിരിക്കും, ചിലപ്പോൾ നല്ല പൈസക്കാരനായിരിക്കും, അത് ഇടക്കാല ദരിദ്രൻ. ഇനി നമുക്കിവിടെ പഠിച്ചുള്ളത് ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ചൊക്കെയാണ്. തൊഴിൽ പദ്ധതികൾ, അതായത് ദാരിദ്ര്യം എങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഗവൺമെന്റ് കൈക്കൊണ്ട പദ്ധതികളെ കുറിച്ചൊക്കെ പഠിക്കാനാണ്. 1950-60 കാലഘട്ടത്തില് ഗവൺമെന്റിന് ഈ ഒരു ദാരിദ്ര്യത്തെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു സമീപനം എന്തെന്ന് വെച്ചാൽ ഒന്ന് 3D അപ്രോച്ച് ആയിരുന്നു. 3D, അതായത് ത്രിതല സമീപനം. 3 ഡയമെൻഷണൽ അപ്രോച്ച് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇനി അടുത്ത വളർച്ചോന്മുഖ സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ദാരിദ്ര്യത്തിൽ നിന്ന് പതിയെ ദ്രുതഗതിയിൽ വളർത്തിയെടുത്തുകൊണ്ട് വരിക. ഇതൊക്കെ ഇംഗ്ലീഷ് ടേംസിലാണ് കൂടുതൽ നമുക്ക് കിട്ടുന്ന നോട്ട്സ്, അപ്പൊ അതിനെ ഞാൻ ജസ്റ്റ് മലയാളീകരിച്ച് പറയുന്നതാണ്. സ്വയം തൊഴിൽ സ്കീം, സ്വയം തൊഴിൽ വേതന പദ്ധതിയാണ് ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികൾ. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, ഈ ഒരു പദ്ധതി വന്നത്, സ്വയം തൊഴിൽ വേതന പദ്ധതികൾ വന്നത് 3-ാം പഞ്ചവത്സര കാലത്താണ്. 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1961-66 കാലഘട്ടത്തിൽ. ഈ സമയത്ത് വന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ഫുഡ് ഫോർ വർക്ക്, ജോലിക്ക് കൂലി ഭക്ഷണം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം 1970-ലാണ് വന്നത്, ഫുഡ് ഫോർ വർക്ക്. ഇനി മറ്റു പദ്ധതികൾ REGP, അതിന്റെ ഫുൾ ഫോം കിടക്കുന്നത് ഗ്രാമീണ തൊഴിൽ ഉൽപാദന പദ്ധതി അല്ലെങ്കിൽ പരിപാടി. ഇനി അടുത്ത് PMRY, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. SJSRY, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഫസ്റ്റ് ഇതില് ആദ്യം നമ്മൾ പഠിച്ച REGP പഠിക്കാം. എന്ന് പറഞ്ഞാൽ ഗ്രാമീണ തൊഴിൽ ഉൽപാദന പരിപാടി, REGP. ഇത് നഗരപ്രദേശത്താണ് പ്രധാനമായും കേന്ദ്രീകരിച്ചത്. നഗരപ്രദേശത്തുള്ള വാസികൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പാക്കുക എന്നതാണ് ഈ ഗ്രാമീണ തൊഴിൽ ഉൽപാദന പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നടപ്പിലാക്കിയത് ഖാദി ആൻഡ് ഗ്രാമീണ വ്യവസായ കമ്മീഷനാണ്. ഖാദി ഗ്രാമീണ വ്യവസായ കമ്മീഷനാണ് ഇത് നടപ്പിലാക്കിയത്, ഈ REGP. ഇതെന്ന് പറഞ്ഞാൽ ബാങ്ക് ചെറിയ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് വായ്പ കൊടുക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. ഇനി SJSRY, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്ന് പറഞ്ഞാൽ നഗരങ്ങളിലുള്ള സ്വയം തൊഴിൽ വേതന പദ്ധതി തന്നെയാണ് എന്നൊരു കാര്യം പഠിച്ചു വെച്ചിരുന്നാൽ മതി. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരങ്ങളിലാണ്.
5 ഇയർ പ്ലാൻസ്, ഇത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഷുവർ ഷോട്ടാണ് ഇനി വരാൻ പോകുന്ന PSC ക്വസ്റ്റ്യൻ. അതായത് 5 ഇയർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് ദരിദ്രർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വളരെ ചെറിയ തുകയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിപാടി കൊണ്ടുവന്നത് 5ാം പഞ്ചവത്സര പദ്ധതി. ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ദരിദ്രത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ദരിദ്രർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറഞ്ഞ മൂല്യത്തിൽ മെച്ചപ്പെടുത്തുന്നതിനും ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി വന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദരിദ്രർ, ലോ റേറ്റ് ബേസിക് നീഡ്സ്. ഇനി പോഷകാഹാര ലഭ്യത ദരിദ്രർക്ക് പരിപൂർണമായി ലഭിക്കുന്നതിനുള്ള പദ്ധതികൾ: ഒന്ന്, പൊതുവിതരണ സമ്പ്രദായം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സ്കീം, ICDS, സംയോജിത ശിശു വികസന പദ്ധതി. മിഡ് ഡേ മിൽക്ക് സ്കീം, ഉച്ചഭക്ഷണ പദ്ധതിയാണ്, ഉച്ചഭക്ഷണ പദ്ധതി, MMS. ഓക്കെ, അടുത്ത ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. അതായത് ഇതെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രരായിട്ടുള്ള ആൾക്കാരിൽ പ്രത്യേക വിഭാഗത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ ഉന്നമനത്തിലേക്ക് നയിക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അടുത്ത സെക്ഷൻ ഉണ്ട്, ശ്രദ്ധിക്കുക. തൊഴിലാണ്. തൊഴിലില്ല എന്നൊരു അവസ്ഥ, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ കൊണ്ടാണ് നമ്മളെല്ലാവരും PSC പഠിക്കുന്നത്, ഒരു പെർമനന്റ് തൊഴിൽ കിട്ടാൻ വേണ്ടി അല്ലേ. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ നേരത്തെ നമ്മൾ പഠിച്ച ആദം സ്മിത്തിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് ഒരു കോഴ്സ് പഠിച്ചില്ലേ. അതേപോലെ തൊഴിൽ ചുരുക്കൽ, തൊഴിലില്ലായ്മ അല്ലെങ്കിൽ തൊഴിൽ ചുരുക്കലിനെ അല്ലെങ്കിൽ തൊഴിലിനെ കുറിച്ചൊരു ഉദ്ധരണി പറഞ്ഞത് ആരെന്ന് പഠിക്കാം. ഞാൻ എതിർക്കുന്നത് യന്ത്രങ്ങളെയല്ല, യന്ത്രങ്ങളോടുള്ള ഭ്രമത്തെയാണ്. തൊഴിലില്ലാതെ പട്ടിണി കിടന്ന് ചത്തൊടുങ്ങുന്നതിനായി ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലേക്ക് എറിയപ്പെടുന്നവരെയും മനുഷ്യൻ തൊഴിൽ ചുരുക്കൽ തുടരും. അപ്പൊ ഇത് പറഞ്ഞത് മഹാത്മാഗാന്ധിജിയാണ്. മഹാത്മാഗാന്ധി പഠിച്ചോണം. ഈ തൊഴിൽ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു റേഷ്യോ, അനുപാതമാണ്, തൊഴിൽ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അനുപാതമാണ് തൊഴിലാളി ജനസംഖ്യാനുപാതം. തൊഴിലാളി ജനസംഖ്യാനുപാതം, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. കണ്ടുപിടിക്കുന്നത് ടോട്ടൽ വർക്കേഴ്സ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണ്. മൊത്തം തൊഴിലാളികളുടെ എണ്ണത്തെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഗുണിക്കുമ്പോൾ അതിന്റെ പോപ്പുലേഷൻ കിട്ടും. അപ്പൊ അത് എത്ര, ആ ഒരു റേഷ്യോ കിട്ടും. അതനുസരിച്ചാണ് പറയുന്നത് തൊഴിൽ സാഹചര്യം അവിടെ കൂടുതലാണോ കുറവാണോ. അവിടെ വാല്യൂ കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, തൊഴിൽ പങ്കാളിത്തത്തിൽ ഇടപെടുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതൽ എന്നാണ് അർത്ഥം. അവിടെ വാല്യൂ ചെറുതായിട്ട് കിട്ടിയാൽ തൊഴിൽ പങ്കാളിത്തത്തിൽ ഇടപെടുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്, തൊഴിലില്ലായ്മ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം. പഴയ കാലത്തെ കണക്ക് പ്രകാരം 3/4%, 3/4 ഭാഗവും ഏറ്റവും കൂടുതൽ തൊഴിൽ നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ഗ്രാമങ്ങളിലാണ്. അതിൽ 70% പുരുഷന്മാരാണ്. ഇത് സ്കൂൾ ടെസ്റ്റ് പോയിന്റ് ആണ്. 1950, 2010 കാലഘട്ടത്തിൽ തൊഴിൽ വളർച്ചയുടെ ഒരു നിരക്ക് എന്ന് പറയുന്നത്, തൊഴിൽ വളർച്ചയുടെ നിരക്ക് 2% 2% തൊഴിൽ വളർച്ച ഉണ്ടായി. അത് പിന്നെ 1990 കാലഘട്ടത്തിൽ കഴിയുമ്പോൾ നിരവധി സ്കീമൊക്കെ വന്ന് അത് വീണ്ടും കുറഞ്ഞ് ഈക്വലായി. അതായത് വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടുള്ള തൊഴിൽ എന്ന ഒരു കണക്കിലായി. അങ്ങനെ വന്നപ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ വളർച്ച, തൊഴിൽ വഴി ഉൽപാദനം കൂടിക്കൊണ്ടിരുന്നു, എന്നാൽ തൊഴിൽ ലഭ്യത കുറഞ്ഞുകൊണ്ടിരുന്നു. തൊഴിലാളികളുടെ എണ്ണം കൂടുതലായിരുന്നു ആദ്യം. അപ്പോൾ ഉൽപാദനം കൂടുതലായിരുന്നു. എന്നിട്ട് അവര് തൊഴിലാളികളുടെ എണ്ണം കുറച്ചു കൊണ്ടുവന്നു. അപ്പൊ 10 പേര് വേണ്ടിടത്ത് ഒരു 5 പേരോ 6 പേരോ ഒക്കെ ആക്കി. അപ്പൊ അവിടെ തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടി, പക്ഷെ ഉൽപാദനം വീണ്ടും കുറഞ്ഞില്ല, അതേപോലെ തന്നെ നിന്നു. അതാണ് ഇവിടെ GDP വളർച്ചയും തൊഴിലുമായിട്ടുള്ള ബന്ധപ്പെടുത്തി ഞാൻ ഒരു കാര്യം പറഞ്ഞത്. ഇനി സ്വയം തൊഴിൽ ചെയ്യുന്നവൻ, സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം, ഒരു സംരംഭം തുടങ്ങി അത് നോക്കി നടത്തി അതിൽ ആൾക്കാരെയൊക്കെ വെച്ച് ജീവിച്ചു പോകുന്ന ആളാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവൻ, സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. സ്ഥിര ശമ്പളക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു സംരംഭകന്റെയോ അല്ലെങ്കിൽ ഒരു വ്യവസായത്തിന്റെയോ അടിസ്ഥാനത്തിൽ സ്ഥിരമായ ജോലിക്കാരൻ, എല്ലാ മാസവും അവന് ശമ്പളം കിട്ടും. അവൻ കൂലിക്കാരനല്ല. കൂലിക്കാരൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശമ്പളം, ജോലി ഉള്ളപ്പോഴേ ശമ്പളമുള്ളൂ, അല്ലാതെ ഫിക്സഡ് ശമ്പളമില്ല. അപ്പൊ അത് വെച്ചിട്ട് അനൗപചാരിക മേഖലയെന്നും ഔപചാരിക മേഖലയെന്നും രണ്ടായിട്ട് തൊഴിൽ മേഖലകളെ തിരിക്കാം. ഒന്നാമത്തെ ഔപചാരിക മേഖല. ഔപചാരിക മേഖല എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള 10ൽ കൂടുതൽ തൊഴിലാളികൾ പങ്കെടുക്കുന്ന മേഖലയാണ് ഔപചാരിക മേഖല. ഇതല്ലാത്ത എല്ലാം അനൗപചാരിക മേഖലയാണ്. അതായത് സ്ഥിര വരുമാനം അവർക്ക് ഉണ്ടാവത്തില്ല. സ്ഥിര വരുമാനം ഇല്ലാത്തവർ അനൗപചാരിക മേഖലയിലാണ്. ഇനി തൊഴിൽ ശക്തിപ്പെടുത്തലിന്റെ തൊഴിൽ ശക്തിയുടെ താൽക്കാലികവൽക്കരണം. PYQ ആയിട്ട് ചോദിക്കാൻ കൊള്ളാം. സോറി, PYQ അല്ല, ഇനി വരാൻ പോകുന്ന ഒരു ഷുവർ ഷോട്ട്. തൊഴിൽ ശക്തിയുടെ
വൽക്കരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വയം തൊഴിൽ ചെയ്യുന്നവനും സ്ഥിര ശമ്പളക്കാരനും എന്തായിട്ട് മാറും? ഒരു താൽക്കാലിക ജോലിക്കാരനായി മാറുന്ന അവസ്ഥയാണ് തൊഴിൽ ശക്തിയുടെ താൽക്കാലിക വൽക്കരണം. അവരുടെ ജോലിയുടെ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് താൽക്കാലിക വൽക്കരണം. തൊഴിൽ ശക്തിയുടെ താൽക്കാലിക വൽക്കരണം. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്, വലിയ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. ഇനി തൊഴിലില്ലായ്മയുടെ തരംതിരിവിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇനി അടുത്ത വരാൻ പോകുന്ന ഷുവർ ഷോട്ടിൽ ഞാൻ ഉൾപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ എല്ലാം ഷുവർ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടില്ല, ചില മേഖല എത്തുമ്പോൾ ഞാൻ പറയും, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ തൊഴിലില്ലായ്മ, നിങ്ങൾക്ക് തൊഴിലില്ലാത്ത ആൾക്കാരായിരിക്കും, ചിലപ്പോൾ തൊഴിലുള്ള ആൾക്കാരായിരിക്കും, കൂടുതലും ഇല്ലാത്തവരായിരിക്കും. അപ്പൊ തൊഴിലില്ലായ്മയുടെ വേർതിരിവുകൾ, പലതരം തരംതിരിവുകൾ. എത്ര തരം തൊഴിലില്ലായ്മ ഉണ്ടെന്ന് വെച്ചാൽ 7 തരം ഉണ്ട്. 7 കാണാൻ പഠിക്കണ്ട, ഇതിൽ കൂടുതലുണ്ട്. ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് 7. വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഒന്നാമത്തത്. സ്വമേധയാ നമ്മൾ തൊഴിലില്ലാത്ത അവസ്ഥയായി മാറുന്നത്. കുറഞ്ഞ വേതനം കാരണം ഒരാൾ തൊഴിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഒരവസ്ഥ. 2 ഇമ്പോർട്ടന്റ് ആണ്, ടിക്കിടും. കർശന തൊഴിലില്ലായ്മ, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയും. അതായത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു തൊഴിൽ ഉപേക്ഷിച്ച് പോയി പുതിയൊരു തൊഴിൽ കണ്ടെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അവസ്ഥ. ആ ഇടയിൽ താൽക്കാലികമായി ആ സമയത്ത് നമ്മൾ തൊഴിൽ രഹിതനായി മാറുകയാണ്. അതിനെയാണ് ഫ്രിക്ഷണൽ അല്ലെങ്കിൽ കർശന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഒരു ജോലിക്കാരനായിരുന്നു 10,000 ശമ്പളം, അത് കുറവ് എനിക്ക്, ഞാൻ അതിന് വിട്ട് ഒരു 25,000 രൂപ ശമ്പളത്തിന് വേണ്ടി തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ താൽക്കാലികമായി തൊഴിൽ രഹിതനാണ്. അതിനെയാണ് കർശന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഇനി കാലിക തൊഴിലില്ലായ്മ. ഒരു വർഷത്തില് ആദ്യത്തെ 6 മാസം നമുക്ക് തൊഴിലുണ്ട്, പിന്നെ അവിടെ തൊഴിലില്ല. അപ്പൊ നമ്മൾ പുതിയ തൊഴിൽ തേടി പോകുന്ന ഒരു അവസ്ഥ. അതായത് കാലികമായി തൊഴിൽ വരികയും ഇല്ലാത്ത അവസ്ഥ. എക്സാമ്പിൾ, റബ്ബർ വെട്ടുകാരന് എന്ന് റബ്ബർ വെട്ടാം, പൈസ കിട്ടും. 500 മരം ഉണ്ടെങ്കിൽ 10,750 രൂപ കിട്ടും, അല്ലെങ്കിൽ ഒരു 800 രൂപ കിട്ടും. പാലൊക്കെ എടുക്കണ കൂട്ടിയാണെങ്കിൽ 1000 രൂപ കിട്ടും. പക്ഷേ മഴക്കാലം വന്നാൽ റബ്ബർ വെട്ടാൻ പറ്റൂല. അപ്പൊ അയാൾ മഴക്കാലത്തുള്ള പണിക്ക് വേണ്ടി പോകേണ്ടി വരും. അതാണ് കാലിക തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഇനി പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഇത് PYQ ആണേ, ചോദിച്ചിട്ടുണ്ടേ. ഇതിൽ ഈ പറയാനുള്ള കാര്യം ചോദിച്ചിട്ടില്ല, അത് എങ്ങനെ ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അത് ഇനി അടുത്തതിന് ചോദിക്കും. പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഒരു സ്ഥലത്ത് 100 തൊഴിലാളികൾ ആവശ്യമുണ്ട്, അവിടെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ 125 പേരുണ്ട്, 25 പേര് എക്സ്ട്രാ ആണ്. അവരെ പറഞ്ഞൊന്നും വിടാൻ പറ്റത്തില്ല, പണ്ടേ ഉള്ളതാണ്. അപ്പം 25 പേർക്ക് തൊഴിൽ അവിടെ ആവശ്യമില്ല, പക്ഷെ അവർ വർക്ക് ചെയ്യുന്നു. അതിനെയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. അതായത് ആവശ്യത്തിൽ കൂടുതൽ തൊഴിലാളികൾ ഉള്ള അവസ്ഥ. അവിടെ ഈ അധികം വരുന്ന തൊഴിലാളികളെ കൊണ്ട് ഉൽപാദനക്ഷമതയൊന്നും കൂടുന്നില്ല. അവിടുത്തെ 25 അധിക തൊഴിലാളികളെ കൊണ്ട് ഉൽപാദനക്ഷമത 0. അതിനെയാണ് പറയുന്നത് മാർജിനൽ ഉൽപാദനക്ഷമത, മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയും. അത് 0 ഇവിടെ. ഇതാണ് ഇമ്പോർട്ടന്റ് കാര്യം. പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്താ നിങ്ങൾ പഠിച്ചു? അധികമായിട്ട് തൊഴിലാളികൾ കൂടുന്ന അവസ്ഥ, അവർ പിരിച്ചു വിടുന്നില്ല, അവർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ കാരണം അവിടെ ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ല. അതിനെയാണ് മാർജിനൽ ഉൽപാദനക്ഷമത എന്ന് പറയുന്നത്. അത് അവിടെ എത്രയായിരിക്കും? അതിനെയല്ല, പ്രൊഡക്ടിവിറ്റി എന്ന് അങ്ങനെ പറയുന്നത്. ആ മാർജിനൽ ഉൽപാദനക്ഷമത അവിടെ ഈ ഒരു അവസ്ഥയിൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. അധികം വരുന്ന തൊഴിലാളികൾ ഉണ്ടാക്കുന്ന മാർജിനൽ ഉൽപാദനക്ഷമത അവിടെ 0 ആയിരിക്കും. ചാക്രിക തൊഴിലില്ലായ്മ. ബിസിനസിന്റെ സൈക്കിളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അനുസരിച്ച് തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അതായത് വ്യാപാര ചക്രം തകരുന്ന അവസ്ഥയാണ് ചാക്രിക തൊഴിലില്ലായ്മ. ബിസിനസ്സിൽ ഉണ്ടാവുന്ന അടിപടലമുള്ള പ്രശ്നങ്ങൾ കാരണം അവിടെ കുറെ പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. ഘടനാപരമായ തൊഴിലില്ലായ്മ, അതും എന്താണ്? സ്ട്രക്ചർ ആയിട്ട് ബന്ധം. ആ പേരിൽ തന്നെ കിടപ്പുണ്ട്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. ബിസിനസ്സിലുള്ള പ്രശ്നം കൊണ്ടുണ്ടാവുന്നതാണ്. ഇനി വിട്ടുമാറാത്ത തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ അവിടെ തൊഴിലില്ലായ്മ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അവർക്ക് തൊഴിലേ കിട്ടുന്നില്ല, ആ ഒരവസ്ഥ. അതിനെ ക്രോണിക് അൺഎംപ്ലോയ്മെന്റ് എന്നോ നിത്യ ദരിദ്രൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ചില്ല, അതാണ്. ഇനി ഇവിടെ ഒരു UPSCയുടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇതൊക്കെയാണ് ഇപ്പൊ ചോദിക്കുന്നത്. UPSC SIക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ആന്ധ്രാപ്രദേശിലോ കണ്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. അതായത് പ്രച്ഛന്ന തൊഴിലില്ലായ്മ കൂടുതലായി കാണപ്പെടുന്നത് ഏത് മേഖലയിലാണ്? കാർഷിക മേഖല, നഗരമേഖല, ഗ്രാമീണ മേഖല. ഗ്രാമീണ മേഖല. പിന്നെ ഇത് A, ഇത് B, ഇത് C. D ഓപ്ഷൻ A ആൻഡ് C. നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്രാമീണ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ എന്താണ് 4-ൽ 3% തൊഴിലാളികൾ ഉള്ളത് ഗ്രാമീണ മേഖലയിലാണ്. നമ്മൾ പഠിച്ചതാണ്.
അപ്പൊ ഗ്രാമീണ മേഖലയാണ് ഉത്തരം. പക്ഷേ ഇവിടെ കാർഷിക മേഖല കൊടുത്തിട്ടുണ്ട്. കാർഷിക മേഖല ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ്? ഗ്രാമീണ മേഖലയിലാണ്. അതുകൊണ്ട് പ്രച്ഛന്ന തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ പ്രകടമായി കാണപ്പെടുന്ന എ ആൻഡ് സി, കാർഷിക മേഖലയും ഗ്രാമീണ മേഖലയുമാണ്. ഗ്രാമീണ മേഖല മതി അവിടെ, പക്ഷേ എ ഓപ്ഷനിൽ കാർഷിക മേഖലയോട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തെറ്റിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ആണ് അത് എ ആൻഡ് സി ആണ് വരുന്നത്. ഇതും പഠിക്കണം. ഇത്രയാവുമ്പോൾ നമ്മളെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് തൊഴിലും തീർന്നു. ഇനി അടുത്ത പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ധനകാര്യ സ്ഥാപനങ്ങൾ. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ 30 CA കൂടെ പഠിച്ചിട്ട് നിർത്താവും. ഇങ്ങനെ മുഴുന്നുകളെ പഠിച്ചാലേ ഇത് കിട്ടുള്ളൂ. 30 CA ഇമ്പോർട്ടന്റ് CA ആണ്. ഈ വീഡിയോ കുറച്ച് തിങ്ങി തിങ്ങിയാണ് ഇതിൽ എഴുതിയേക്കുന്നത്. കാരണം എല്ലാം ഉൾപ്പെട്ട് ഇനി വീണ്ടും ഒരു അടുത്ത പേജിലോട്ട് പോകാൻ വയ്യ, അതുകൊണ്ടാണ്. ഓക്കെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക, എഴുതിയെടുത്ത് പഠിക്കുക. മോസ്റ്റ് എന്താണ് പ്രതീക്ഷിക്കുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള CA ആണ്. 2025 ആയിട്ട് വരാൻ ചോദിക്കാൻ ചാൻസ് ഉള്ള 2024 ഇമ്പോർട്ടൻസ് ആണ്. ഒന്ന്, ലോക്പാലിന്റെ ചെയർമാൻ ആരാണ്? ലോക്പാലിന്റെ പുതിയ ചെയർമാൻ അജയ് മാണിക് റാവു ഖാൻ വിൽക്കർ. ഇത് പഠിക്കാൻ ചെറിയ ഐഡിയ ഒക്കെ ഉപയോഗിച്ചാൽ പറ്റും. ഈ ലോക്പാലിൽ ഇല്ലുണ്ട്, ഇതിലും ഇല്ലുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇല്ല് വെച്ച് വേറെ പേരില്ലേ? പക്ഷേ വരാൻ സാധ്യത ഏതാണ്? ഇല്ല് വെച്ചുള്ള കാര്യമാണ്. അടുത്തത്, അപ്പം ലോക്പാല് അജയ് മാണിക് റാവു ഖാൻ വിൽക്കർ. മറന്നുപോലെ ഇല്ല് വെച്ച് കണക്ട് ചെയ്താൽ കിട്ടും. പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. നെയ്ത്ത് പട്ടണം ഇത്ത, അത് വെച്ച് പാനിപ്പത്ത്. ഓക്കെ, അടുത്ത 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ കിട്ടി? 6 മെഡലുകൾ കിട്ടി. ചോദിക്കാം. 28 വേദി എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. 32 എവിടെയാണ്? ബ്രിസ്ബെയിൻ. ഈ റെയിൽവേയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആര്? അശ്വിനി വൈഷ്ണവ്. അശ്വിനി വൈഷ്ണവ്. അടുത്തത്, ഇന്ത്യയിലെ 2ാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തമിഴ്നാട്ടിലെ കുലശേഖരപട്ടണം. എവിടെയാണ്? തമിഴ്നാട്. 2ാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ 2ാമത്തെ ബൗളർ ആരാണ്? ആർ അശ്വിൻ. രവിചന്ദ്ര അശ്വിൻ. 2024 ലോകസുന്ദരി പട്ടം നടന്ന നഗരം എവിടെയാണ്? സുന്ദരികളെ തേടി ആൾക്കാർ പോകുന്ന ഒരു സ്ഥലം ഉണ്ട്, അറിയാമോ? റെഡ് സ്ട്രീറ്റ്. അതെവിടെയാണ്? മുംബൈ. ഇങ്ങനെ വെച്ചാൽ സത്യം പറഞ്ഞാൽ പറഞ്ഞുകൂടാ, പക്ഷെ എങ്കിലും പഠിച്ചിരിക്കാൻ വേണ്ടി ഉപയോഗത്തിന് വേണ്ടി പറയുന്നു. മുംബൈ. 2024 ലോകസുന്ദരി പട്ടം ആ പ്രോഗ്രാം നടന്ന നഗരം ചോദിച്ചാൽ മുംബൈയാണ്. കലിംഗ സ്റ്റേഡിയം. എന്താണ് കലിംഗ സ്റ്റേഡിയം? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം എവിടെയെന്ന് വെച്ചാൽ കലിംഗ സ്റ്റേഡിയമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയും ചോദിക്കും? ഒഡീഷയിലെ ഭുവനേശ്വർ. അടുത്ത 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് പുറത്തിറക്കിയ എത്ര രൂപയുടെ സ്റ്റാമ്പാണ്? 20 രൂപയുടെ സ്റ്റാമ്പാണ്. കാൻഡർ ചെസ് ടൂർണമെന്റിൽ വിജയിച്ചതാരാണ്? ഡി ഗുഗേഷ്. ആ പേര് നമുക്കറിയാലോ, ഡി ഗുഗേഷ്. അടുത്തത്, ഇന്ത്യക്ക് പുറത്ത് ജനൌഷധി കേന്ദ്രം എവിടെയാണ് വന്നതെന്ന് വെച്ചാൽ മൗറീഷ്യസ് ആണ്. മൗറീഷ്യസ്. ലോകത്തിലെ ആദ്യത്തെ വേദിക് ക്ലോക്കായ വിക്രമാദിത്യ വേദിക് ക്ലോക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉജ്ജയിനിയാണ്. ഉജ്ജയിനി. അതെങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ ഈ ക്ലോക്ക് എന്ന് മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ ഇക്കല്ലേ പറയുന്നത്? ക്ലോക്ക്, ഇക്ക. അപ്പൊ ഈ ഉത്തരത്തിലും എന്താണ് ഇരട്ടിക്കുന്ന ഒരു പദമായിരിക്കും വരുന്നത്. അതായത് താ ഇത്തയാവുന്നു, കാ ഇക്കയാവുന്നു, അതേപോലെ ജ ഇജ്ജയാവുന്നു. ഓക്കെ, അപ്പൊ ഉജ്ജയിനി. ഇങ്ങനെയൊക്കെ വെച്ച് പഠിച്ചാൽ ഒരിക്കലും മറന്നു പോകത്തില്ല നിങ്ങൾ. ക്ലോക്ക്, വേദിക് ക്ലോക്കായ വിക്രമാദിത്യ വേദിക് ക്ലോക്ക് ഇക്ക, അത് വരുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ 2 ജ വരും, അല്ലെങ്കിൽ ഇരട്ടിക്കുന്ന ഒരു പദമുള്ള സ്ഥലമായിരിക്കും. എവിടെയാണ്? ഉജ്ജയിനിയാണ്. ഉജ്ജയിനി. ഈ ഇരട്ടിപ്പൊക്കെ നമ്മൾ ഏതിൽ പഠിക്കും? ദ്വിത്വ സന്ധി അല്ലെ? അത് എവിടെയാണ് പഠിക്കുന്നത്? മലയാളത്തിലാണ്. ഇനി മനോജ് സോണി ഏത് പദത്തിൽ നിന്നാണ് അടുത്തിടെ രാജിവെച്ച് പുറത്തു പോയത്? അദ്ദേഹം UPSCയുടെ ചെയർമാൻ ആയിരുന്നു. മനോജ് സോണി. പുതിയ ചെയർമാൻ UPSC ആരാണ്? പ്രീതി സുധനാണ്. പ്രീതി സുധൻ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വരുന്ന എവിടെയാണ്? ഈ അണ്ടർ വാട്ടർ വെച്ച് എന്തിനു ചോദിച്ചാലും കൂടുതൽ ഉത്തരം ഞാൻ വായിച്ചു വെച്ചിട്ട് പറയാണ് കൊൽക്കത്ത. അപ്പൊ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ആദ്യമായിട്ട് വന്ന എവിടെയെന്ന് വെച്ചാൽ കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഇനി അടുത്തത് AMR. എന്താണ് AMR?
ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ച കേരളമാണ്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. 96ാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ച മികച്ച സംവിധായകനാരെന്ന് ചോദിച്ച ക്രിസ്റ്റഫർ നോളൻ. ക്രിസ്റ്റഫർ നോളൻ. 2024 വനിതാ ദിനത്തോടനുബന്ധിച്ച് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വനിത ആരെന്ന് ചോദിച്ച സുധാമൂർത്തി. ഇമ്പോർട്ടന്റ് ആണേ. INS ജടായു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ജടായു പാറ ചടയമംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത്, കേരളത്തിലാണ്. അപ്പൊ കേരളത്തിന് പുറത്താണ് ഈ INS ജടായു സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? മലയാളികൾ കൂടുതലുള്ള, മലയാളം സംസാരിക്കുന്ന ഒരു പ്രദേശമാണ്. എവിടെയാണ്? ലക്ഷദ്വീപാണ് കേട്ടോ. ഇനി 13,000 അടി നീളമുള്ള ആദ്യത്തെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഒരു ഇരട്ട വരി ടണലുണ്ട്. അതാണ് സേല ടണൽ. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ അരുണാചൽ പ്രദേശിലാണ്. ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി ടണൽ ആയ സേല ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ അരുണാചൽ പ്രദേശിലാണ്. അതിനെക്കുറിച്ച് അരുണാചൽ പ്രദേശ് ഉത്തരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂളായ GSS പാജിൻ ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂളായ GSS പാജിൻ സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ്. അപ്പൊ സേല ടണലും GSS പാജിനും 3D പ്രിന്റഡ് സ്കൂളും ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി ടണലായ സേല ടണലും എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഓപ്പറേഷൻ ഇന്ദ്രാവതി നടപ്പിലാക്കിയത് ഏത് രാജ്യത്തേക്കാണ് ഉന്നം വച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? ഹെയ്ത്തിയാണ്. ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്ത്തിയാണ്. പഠിച്ചോണം, മറന്നുപോലെ. ഇനി സുപ്രീം കോടതിയിൽ 2024 പ്രദർശിപ്പിച്ച സിനിമ ഏതെന്ന് ചോദിക്കും. ലാപ്പ് ദ ലേഡീസ്. IUCN-ന്റെ റെഡ് ലിസ്റ്റിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ സസ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന സസ്യം നീലക്കുറിഞ്ഞി. ഇന്ത്യയിൽ ആദ്യത്തെ അന്നപൂർത്തി ഗ്രെയിൻ ATM, അതായത് അരി ലഭ്യമാകുന്ന ATM, അന്നപൂർത്തി ഗ്രെയിൻ ATM നിലവിലെന്ന് എവിടെയെന്ന് ചോദിച്ചാൽ ഒഡീഷ. റിപാക്ക് 24 വലിയൊരു നേവി അഭ്യാസമാണ്. റിപാക്ക് 24. അപ്പൊ അതില് ഗൺ ഫയറിംഗിൽ വിജയിച്ച ഇന്ത്യയുടെ കപ്പൽ ഇന്ത്യൻ നേവിയുടെ കപ്പൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ INS സിവാലിക് ആണ്. ദുരന്ത നിവാരണ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കിയ ഇന്ത്യയുടെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നാഗാലാൻഡ് ആണ്. ഇനി അടുത്ത കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി എന്ന ഫിജിയിലെ ഉയർന്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആ സമയത്തൊക്കെ മുമ്പൊക്കെ പഠിക്കുമ്പോൾ നരേന്ദ്രമോദിയാണ് എല്ലാത്തിനും ഉത്തരം വന്നത്. ഇപ്പൊ ഇതിന്റെ ഉത്തരം ദ്രൗപദി മുർമു ആണ്, ഇന്ത്യൻ രാഷ്ട്രപതി. അപ്പോൾ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി എന്ന ഫിജിയിലെ ഉയർന്ന പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ദ്രൗപദി മുർമുവിനാണ്. ഇനി വിങ്സ് ടു അവർ ഹോപ്സ് എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രസംഗ പരമ്പരയാണ്. അവരുടെ 75 പ്രസംഗ, ഈ ദ്രൗപദി മുർമുവിന്റെ 75 പ്രസംഗ പരമ്പരകൾ ചേർത്ത ഒരു പ്രസംഗ പരമ്പരയാണ് ഇത് വിങ്സ് ടു അവർ ഹോപ്സ്. ഇതാരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75 പ്രസംഗ പരമ്പരകളാണ്. ആരെയാണ്? അത് ദ്രൗപദി മുർമുവിന്റെയാണ്. പോൾ വാൾട്ടില് ഒരു ലോക പ്രശസ്ത പോൾ വാൾട്ട് താരമായ അർമാൻഡ് ഡുപ്ലാൻസ് സ്വീഡൻ രാജ്യക്കാരനാണ്. ചോദിക്കും പോൾ വാൾട്ട്, അർമാൻഡ് ഡുപ്ലാൻസ് എന്ന് പറയുന്ന കായിക താരം ഏത് കായിക ഇനമെന്ന് ചോദിച്ചാൽ പോൾ വാൾട്ട്. ഏത് രാജ്യക്കാരനെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്വീഡൻ. ഓക്കെ. ഇനി പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. വിധവകൾക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം ചെയ്ത സംസ്ഥാനം ജാർഖണ്ഡ്. അപ്പൊ ആ പോയിന്റുകൾ ഒന്നും കൂടെ ഒന്ന് നോക്കുക, മനസ്സിലാക്കിയെടുക്കാൻ പറഞ്ഞു. ഞാൻ ഒന്ന് സ്പീഡിൽ റിവിഷൻ ചെയ്യാം. നോക്കോ. 30 CA 2025 ചോദിക്കാൻ കൊള്ളാവുന്ന ഒന്ന്. ലോക്പാലിന്റെ ആരാണ് ചെയർമാൻ? പുതിയ ആളായിട്ടുണ്ട്. അജയ് മാണിക് റാവു ഖാൻ വിൽക്കർ. ഇല്ലും കണക്ട് ചെയ്യും. 2024 പാരീസ് ഒളിമ്പിക്സിൽ 6 മെഡലുകൾ ഇന്ത്യക്ക് ലഭിച്ചു. 28 വേദിയാവാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസ്, 32 വേദിയാവാൻ പോകുന്ന ബ്രിസ്ബെയിൻ എവിടെയാണ്? ഓസ്ട്രേലിയ. റെയിൽവേയുടെ പുതിയ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിലവിലെ മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വിനി വൈഷ്ണവാണ്. രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഇന്ത്യയിൽ നിലവിൽ വരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ ആണെന്ന് ചോദിച്ചാൽ രവിചന്ദ്രൻ അശ്വിൻ. 2024 ലോകസുന്ദരി പട്ടം നടന്ന നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? മുംബൈയാണ്. ഞാൻ പറഞ്ഞ കോഡ് അറിയില്ല. കലിംഗ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് അക്വാട്ടിക് സെന്റർ ആണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ ഭുവനേശ്വർ, ഒഡീഷ.
ജാർഖണ്ഡിലെ ഉത്തരമായിട്ട് വരുന്ന എന്താണ് ക്വസ്റ്റ്യൻ? വിധവകൾക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ജാർഖണ്ഡ്. 20 രൂപയുടെ പോസ്റ്റ് ഓഫീസ്, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് 20 രൂപയുടെ സ്റ്റാമ്പ് പുറത്തിറക്കി ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് 2024 പാരീസ്. കാൻഡർ ചെസ് ടൂർണമെന്റിൽ വിജയിച്ചത് ഡി ഗുഗേഷ് ആണ്. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് സുധാ മൂർത്തി. ആദ്യത്തെ വേദിക് ക്ലോക്ക് വേദിക് ക്ലോക്കായ വിക്രമാദിത്യ വേദിക് ക്ലോക്ക് വന്നത് എവിടെയാണ്? ഉജ്ജയിനിയിലാണ്. മനോജ് സോണി അടുത്തിടെ രാജിവെച്ചത് UPSC ചെയർമാൻ സ്ഥാനത്ത് നിന്നാണ്. പുതിയ UPSC ചെയർമാൻ പ്രീതി സുധൻ. ക്രിസ്റ്റഫർ നോളനാണ് 96ാമത് ഓസ്കാർ അവാർഡ് നേടിയ മികച്ച സംവിധായകൻ. INS ജഡായു എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപ്. 13,000 അടി നീളമുള്ള ഇരട്ടവരി ടണൽ, സേല ടണൽ, ലോകത്തിലെ ഏറ്റവും വലുത്, ഏറ്റവും നീളം കൂടിയത്, അത് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. വേറൊരു സംഭവം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂളായ GSS പാജിൻ വന്നത്. ഓപ്പറേഷൻ ഇന്ദ്രാവതി നടപ്പിലാക്കിയത് ഹെയ്ത്തി രാജ്യത്തേക്ക് വേണ്ടിയാണ്. സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ച 2024 സിനിമയാണ് ലാപ്ത ലേഡീസ്. IUCN-ന്റെ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം പിടിച്ച വംശനാശ ഭീഷണി നേരിടുന്ന സസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞി. അന്നപൂർത്തി ഗ്രെയിൻ ATM ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അരി വിതരണ ATM. ദുരന്ത നിവാരണ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കിയത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഗാലാൻഡിലാണ്. റിപ്പാക്ക് 24 എന്ന് പറയുന്ന അഭ്യാസം നടത്തിയപ്പോൾ അതിൽ ഗൺ ഫയറിംഗ് ഒന്നാമത് എത്തിയത് വിജയിച്ച ആരാണ്? INS സിവാലിക് ആണ്. പോൾ വാൾട്ട് താരമായ അർമാൻഡ് ഡുപ്ലാൻസിസിന്റെ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീഡൻ ആണ്. കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം, ഫിജിയുടെ ഉയർന്ന പുരസ്കാരം ലഭിച്ചതും അതേപോലെ വിങ്സ് ടു അവർ ഹോപ്സ് എന്ന 75 പ്രസംഗ പരമ്പരകൾ പ്രസിദ്ധീകരിച്ചതും ആരുടെയാണ്? ദ്രൗപതി മുർമു. ഇത്രയാകുമ്പം ഇന്നത്തെ ഒരു ക്ലാസ് വൈൻഡപ്പ് ആക്കിക്കൊണ്ട് പോകും. 46 മിനിറ്റ് ഉണ്ട്. ഇതൊക്കെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് എടുത്തു തീർക്കാനുള്ളതാണ്. ഞാൻ വലിച്ചു സ്പീഡിലാണ് പഠിപ്പിക്കുന്നത്. ഇതാണെങ്കിൽ സ്പീഡ് വിഷയം ഉണ്ടെങ്കിൽ സ്ലോ സ്പീഡിൽ കണ്ടാൽ മതി. ഓക്കെ, താങ്ക് യു.